ISL-ൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് സമനില കൊണ്ട് ആശ്വസിക്കേണ്ടി വന്നു. പരിക്കിന്റെയും വിലക്കിന്റെയും പിടിയിൽ ആടിയുലയുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്, അതിന്റെ കൂടെ റഫറിംഗ് കൂടെ എതിരാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? അതെ, ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം കഴിഞ്ഞ 21-ന് ISL പുനരാരംഭിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇറങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നെടുന്തൂണുകളായ താരങ്ങൾ എല്ലാം തന്നെ പരിക്കിന്റെ പിടിയിൽ, അതിനോടൊപ്പം വിലക്കും. പ്രതിരോധ താരങ്ങളായ ഐബാൻ, പ്രബീർ ദാസ്, മിലോസ്, മിഡ്ഫീൽഡറായ ജിക്സൺ എന്നിവരില്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ തട്ടകത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ഇറങ്ങിയത്. മികച്ച താരങ്ങളുടെ കുറവ് കളിയിലുടനീളം പ്രതിഫലിച്ചു. നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ വലയ്ക്ക് തൊട്ടടുത്ത് വരെയും ബോൾ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് സാധിച്ചെങ്കിലും നല്ലൊരു ഫിനിഷിംഗിലെ കുറവ് ബ്ലാസ്റ്റേഴ്സിനെ നന്നേ അലട്ടി. ഫിനിഷിംഗിൽ പാസുകൾ സ്വീകരിക്കുന്നതിലും പാസുകൾ കൊടുക്കുന്നതിലും ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ അമ്പേ പരാജയപ്പെട്ടു. മത്സരത്തിലുടനീളം പന്ത് കൈവശം വെക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ വിജയിച്ചെങ്കിലും നോർത്ത് ഈസ്റ്റിന്റെ ഗോൾ മുഖത്ത് പരാജയമായിരുന്നു. അതുപോലെ തന്നെ പ്രതിരോധ നിരയിലെ ബലക്കുറവ് കളിയുടെ 12-ാം മിനിറ്റിൽ തന്നെ നോർത്ത് ഈസ്റ്റിന് ബ്ലാസ്റ്റേഴ്സിന്റെ വലകുലുക്കാനായി. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ഭേദിച്ച് MS ജിതിൻ ബോക്സിനുള്ളിലേക്ക് നൽകിയ പന്ത് നെസ്റ്റോർ ആൽബിയാച്ച് അനായാസം വലയിലെത്തിക്കുകയായിരുന്നു. കളിയുടെ ആദ്യ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ ഒന്ന് പതറിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു. 14-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരതാരം ദിമിത്രിയോസിന് നല്ലൊരു അവസരം കിട്ടിയെങ്കിലും മുതലാക്കാനായില്ല. 25-ാം മിനിറ്റിൽ നോർത്ത് ഈസ്റ്റിന്റെ ബോക്സിനുള്ളിൽ വെച്ച് നോർത്ത് ഈസ്റ്റ് താരം യാസർ ടക്സ് ബ്ലാസ്റ്റേഴ്സിന്റെ പെപ്പറിയുടെ ജേഴ്സിയിൽ വലിച്ചു വീഴ്ത്തിയെങ്കിലും മോശമായ ഒരു റഫറിംഗിൽ പെനാൽറ്റി ലഭിക്കാതെ പോയി. ആദ്യ പകുതി ഒരു ഗോളിന് പിറകിൽ നിന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയുടെ ആദ്യം തന്നെ 49-ാം മിനിറ്റിൽ അഡ്രിയാൻ ലൂണ ബോക്സിനുള്ളിലേക്ക് നൽകിയ ക്രോസിൽ നല്ലൊരു ഹെഡറിലൂടെ ഡാനിഷ് ഗോളാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് 60% പന്തടക്കത്തിലും 3-നെതിരെ 5 ഗോൾ ശ്രമത്തിലും രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിട്ട് നിന്നെങ്കിലും ഒരു വിജയ ഗോൾ നേടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. ഇങ്ങനെയൊരു ടീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മഞ്ഞപ്പടയുടെ ആരാധകർക്ക് ദുഃഖിക്കേണ്ടി വരും. നിലവിൽ നല്ല പ്ലെയേഴ്സ് ടീമിൽ കുറവാണെന്ന് വേണം പറയാൻ. ഉള്ളവരിൽ ഭൂരിഭാഗവും കളത്തിന് പുറത്ത്. ശക്തരായ ടീമുകളുമായുള്ള വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും കരുത്തരായ പ്ലെയേഴ്സിനെ എത്തിക്കാനും സാധിച്ചെങ്കിൽ മാത്രമേ ഇനി ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിലനിൽപ്പുള്ളൂ.